ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥനാ ദിനത്തിനായി ഒരുങ്ങുന്ന ഈ 3 ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിന്റെ വചനം സങ്കീർത്തനം 35 അധ്യായം 9, 10 വചനങ്ങൾ, അതിമനോഹരമായ 2 വചനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും, അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും. കർത്താവെ, എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങേക്കു തുല്യനായി ആരുണ്ട്? ബലഹീനരെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. കർത്താവെ, എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും. സങ്കീർത്തകൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്, കർത്താവെ, എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനം കേൾക്കാനായി ഒരുങ്ങുമ്പോൾ ദൈവസ്തുതിപ്പുകൾ നമ്മുടെ നാവിലും നമ്മുടെ അധരങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറയാം. കർത്താവെ, എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ബലഹീനരെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് കർത്താവ് ചെയ്ത വലിയ അനുഗ്രഹങ്ങള്, അത്ഭുതങ്ങളൊക്കെ മനസ്സിലേക്ക് ഒന്ന് എടുത്തു വെച്ചിട്ട് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവിനെ മനസ്സ് തുറന്ന് സ്തുതിക്കാം. അസ്ഥിക്ക് പിടിച്ച ജ്വരം പോലെ എന്നൊക്കെ നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അസ്ഥിക്ക് കർത്താവിന്റെ സ്നേഹം അസ്ഥിയിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ സ്നേഹം നിറയട്ടെ. ദൈവത്തിന്റെ മഹാമഹിമയെ പാടി സ്തുതിക്കാൻ അപ്പോൾ നമ്മുടെ ആത്മാക്കൾ തന്നെ ഉണരുകയായി. ദൈവം നമ്മളിലേക്ക് താണിറങ്ങി വരുമ്പോൾ, ദൈവം നമ്മളിൽ മുഴുവനായി വസിക്കുമ്പോൾ ഈ ഒരു കൃപ സ്വർഗം നമുക്ക് തരികയാണ്. ആയതിനാൽ ഒരിക്കൽ കൂടി വചനം ഏറ്റു പറയാം. കർത്താവെ, എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ബലഹീനരെ ദരിദ്രരിൽ നിന്നും ബലഹീനരെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സങ്കീർത്തനം 51 അധ്യായത്തിൽ സങ്കീർത്തകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. 15 വചനം, കർത്താവെ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. കർത്താവെ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. അധരം തുറക്കപ്പെടാനും നാവുകൾ കൊണ്ട് ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ആനന്ദമുണ്ടാവുക, കൃപയുണ്ടാവുക. എനിക്കറിയാം, ഞാനും നിങ്ങളുമെല്ലാം ആനന്ദത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ദൈവകൃപയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിന്റെ തണലിലായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് എടുത്തു വെക്കാം. പ്രഭാഷകന്റെ പുസ്തകം 52 അധ്യായത്തിൽ ഇപ്രകാരം വചനം എഴുതിയിരിക്കുകയാണ്. എനിക്കൊരു നിധി കൈവന്നു, എനിക്കൊരു നാവ് ലഭിച്ചു, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന് കണ്ണുകൾ അടച്ച് മനസ്സ് ഹൃദയവും എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട്, കർത്താവെ, എന്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും, എന്റെ നാവ് അങ്ങയുടെ ആനന്ദ ഗാനമാലപിക്കും. കർത്താവെ, അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ, നാവുകൾ കൊണ്ട് ആനന്ദ ഗാനമാലപിക്കാൻ, അസ്ഥികൾ ദൈവത്തെ പ്രഘോഷിക്കുന്ന യഥാർത്ഥ ദൈവഭക്തരായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. ഈ 3 ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മക്കളെയും അവരായിരിക്കുന്ന അവസ്ഥയെ, അവരുടെ ചിന്തകളെ, അവരുടെ ഓർമ്മകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ, കർത്താവെ, കുടുംബത്തെ, എല്ലാ ബുദ്ധിമുട്ടുകളെയും നിരാശകളെയും സങ്കടങ്ങളെയും എടുത്തു വെച്ച് കർത്താവെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, സങ്കടങ്ങൾക്ക് മുകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, എല്ലാവരും കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം.
ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. കർത്താവെ, ഈ 3 ദിവസ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനും എന്റെ കുടുംബവും ഇതാ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനൊരു വലിയ മാറ്റം തരണേ അപ്പ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വലിയൊരു മാറ്റം തരണേ അപ്പ. വിശ്വാസം വർദ്ധിപ്പിക്കണേ അപ്പ. ദൈവത്തിന്റെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക സാധ്യമല്ല എന്ന് വചനം പറയുമ്പോൾ ആ ദൈവത്തിന്റെ രക്ഷ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് താഴ്ന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മേ മാതാവേ, രക്ഷകന്റെ അമ്മയായ പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 3 ദിവസത്തെ ധ്യാനത്തിലൂടെ ഞാനും നിങ്ങളും ഒന്ന് കടന്നു പോവുകയാണ്. ഒരുപാട് ദിവസങ്ങളായി കർത്താവിന്റെ വചനത്തിലൂടെ ഇങ്ങനെ കൂടുതലായി സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവ് കൃപകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളില് പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ധാരാളമായി നിറയണം. നാം എന്തൊക്കെ നേടിയാലും ഈശോ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയില്ല. ദൈവം നൽകുന്ന കാന്തി സൗന്ദര്യത്തിന് പൂർണ്ണത നൽകും. ദൈവത്തിന്റെ കരമുണ്ട് എങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശുഭമായി ഭവിക്കും. അതും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കണ്ടെത്തുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഒപ്പം നമ്മുടെ ജീവിതത്തിലുള്ളവരുടെയും നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഈശോയോട് എത്രമാത്രം ഒരു വ്യക്തി അടുത്തിരിക്കുന്നോ, എത്രമാത്രം ദൈവത്തിന്റെ കൂടെ ചരിക്കുന്നോ, അവന്റെ ജീവിതത്തെ ദൈവം കൃപയുള്ളതാക്കി മാറ്റും. ഉൽപ്പത്തി പുസ്തകത്തില് ഹെനോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നാം കണ്ടുമുട്ടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്ത് ദൈവത്തിന് പ്രീതികരമായി ചരിച്ച ഹെനോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ ഹെനോക്കിനെ കുറിച്ച് വചനം പറയുകയാണ്. യാരെദിന് 162 വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി. ഹെനോക്കിന്റെ ജനനത്തിന് ശേഷം യാരദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരദിന്റെ ജീവിതകാലം 962 വർഷമായി. അവനും മരിച്ചു. ഹെനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശെലഹ് എന്ന മകനുണ്ടായി. മെത്തുശെലഹിന്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹെനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഹെനോക്ക്. ഹെനോക്കിന്റെ പിതാവിന്റെ പേരാണ് യാരദ് എന്ന്. 18-ാമത്തെ വചനത്തില് യാരദിന് ഹെനോക്ക് എന്ന പുത്രനുണ്ടായെന്നും പിന്നെ യാരദിന്റെ 800 വർഷക്കാലം അദ്ദേഹം ജീവിച്ചുവെന്നും അദ്ദേഹത്തിന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എന്നും പിതാവിന്റെ ജീവിതത്തെ കുറിച്ച് ചേർത്ത് വെച്ചിട്ട് 21-ാമത്തെ വചനം തൊട്ട് വചനം പറയുകയാണ്. യാരദ് മരിക്കുമ്പോ ഹെനോക്കിന് 65 വയസ്സ്. ഹെനോക്കിന് മെത്തുശെലഹ് എന്ന പുത്രനുണ്ടായി. അത് അദ്ദേഹത്തിന്റെ ജീവിതകാലം പറയുകയാണ്. ഇതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഹെനോക്ക് ഒരു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ 22-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മെത്തുശെലഹിന്റെ ജനനത്തിന് ശേഷം, അതായത് എന്താണ്, ഹെനോക്കിന്റെ പുത്രന്റെ പേരാണ് മെത്തുശെലഹ്. മെത്തുശെലഹിന്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് പുത്രനുണ്ടായതായി വചനം എഴുതിയിരിക്കുക. അതിനുശേഷം പിന്നീട് അദ്ദേഹം ജീവിച്ചത് 300 വർഷക്കാലമാണ്.
ഒറ്റ വാക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. കർത്താവിന് പ്രിയപ്പെട്ടവനായി ജീവിച്ച ഒരു കുടുംബനാഥനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പരിചയപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചുവെന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ കൂടെ ജീവിച്ചുവെന്നാണ്. എന്ന് പറയുമ്പോൾ മുഴുവൻ സമയം സന്യസിച്ചു എന്നല്ല അതിനർത്ഥം, മുഴുവൻ സമയം തപസ്സിരുന്ന് പ്രാർത്ഥിച്ചു എന്നല്ല അതിനർത്ഥം. അദ്ദേഹത്തിന് ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. ഇനി 24-ാമത്തെ വചനത്തിൽ അതോട് കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. ഇത് മൂന്നൂടെ ചേർത്ത് വെക്കണം. പ്രിയപ്പെട്ടവനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, പിന്നെ എന്ത് സംഭവിച്ചു? ദൈവം അവനെ എടുത്തു. കണ്ടിട്ടില്ല, പക്ഷെ അവൻ എങ്ങോട്ട് പോയി? ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ ജന്മം ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ ജീവനോടെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ, അമ്മയുടെ ഉദത്തവൻ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മുതൽ അവസാനം വരെ ദൈവത്തിൽ എത്തിച്ചേരും വരെ ദൈവം നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എത്രമാത്രം നാം ദൈവത്തോട് അടുക്കുന്നോ അത്രമാത്രം ദൈവം നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തോട് ചേർത്ത് പിടിക്കും. ഞാനിങ്ങനെ ഒരു പുസ്തകത്തിലെ ഹെനോക്കിനെ കുറിച്ച് വായിച്ച ഒരു ചിന്ത എന്റെ മനസ്സിനേറെ സ്വാധീനിക്കുകയുണ്ടായി. അതിപ്രകാരമാണ്, ഹെനോക്ക് ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്റെ കുടുംബ ജീവിതത്തിന്റെ സങ്കടങ്ങള്, പ്രാരാബ്ദങ്ങള്, ഭാരങ്ങള് ഒക്കെ ഹെനോക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അത് ഉറപ്പാണ്. ദൈവം അതെല്ലാം ഹെനോക്കിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഹെനോക്ക് ഇങ്ങനെ കർത്താവുമായി സംഭാഷിച്ച് ദൈവത്തിന് ഹെനോക്കിനെ പിരിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുക. അതിനൊക്കെ തിയോളജിക്കലായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അതിനെ ഒത്തിരി സ്വാധീനിച്ചു. ദൈവത്തോട് കൂടെ നടന്ന ദൈവത്തിന് ഹെനോക്കിനെ പിരിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായെന്നും അവർ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ദൈവം ഹെനോക്കിലേക്കും ഹെനോക്ക് ദൈവത്തിലേക്കും അടുത്തുവെന്നും അവർ ഒന്നായി തീർന്നുവെന്നും അവൻ ദൈവത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തു എന്നാണ് അവനെ കുറിച്ച് വിസ്തൃതം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുക ഹെനോക്കിനെ പോലെ ഒരു കൂട്ടുകാരനായി ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഒപ്പം യാത്ര ചെയ്യണമെന്നാണ്. ഹെനോക്കിന്റെ കുടുംബ ജീവിതത്തിലും മക്കളും ഭാര്യയും ഒക്കെയായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ എല്ലാം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. ഈ ദിവസം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിന് എങ്ങനെ പ്രിയപ്പെട്ടവനായി ജീവിക്കാം? ഞാൻ മനുഷ്യന്റെ പ്രീതിയാണോ ദൈവത്തിന്റെ പ്രീതിയാണോ തേടുന്നതെന്ന് ഒരിക്കൽ പൗലോസ് ശ്ലീഹ വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ ഓർക്കുകയാണ്, ലേഖനത്തിൽ വായിച്ചത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളായി ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് സങ്കടങ്ങൾ കുറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ സഹനമില്ല എന്നല്ല അതിനർത്ഥം, മറിച്ച് എന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ ദൈവത്തോടൊപ്പം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും, സമചിത്തതയോടെ വ്യാപരിക്കാൻ പറ്റും. ഇന്നലെ ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ തീർത്തും അവഗണിക്കപ്പെട്ട, പലവിധം ഞെരുക്കുകയാണ് ആ വ്യക്തി എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരുപാട് ഭാരപ്പെടുന്നുണ്ട് എന്ന് നന്നായിട്ട് എനിക്കറിയാം. എങ്കിലും ചില കാര്യങ്ങൾ സത്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അതൊക്കെ ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കുകയാണ്. എനിക്കറിയാം, ഓരോ വാക്കുകളും ഞാൻ പറയും തോറും ആ വ്യക്തിയുടെ വേദന ആഴത്തിൽ കൂടുകയാണെന്നറിയാം. എന്നിട്ടും ഇതെല്ലാം പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ദൈവത്തോട് അടുത്തിരിക്കുന്ന ആ വ്യക്തി ഇപ്രകാരം പറയുകയാണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ വേദനയുണ്ടാകാം, എന്നാൽ എന്റെ മനസ്സ് ഈശോയിൽ ശാന്തമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൽ പ്രിയപ്പെട്ടവനായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സവിശേഷതയിൽ ഒന്ന്. അതെ പ്രിയപ്പെട്ടവരെ, കാറ്റും കൊടുങ്കാറ്റും അലയടിക്കുമ്പോഴും സമുദ്രത്തിന്റെ തിട്ടയിൽ ഭയലേശമന്യായിരിക്കുന്ന ഒരു കൊച്ചു കിളിയെ കുറിച്ച് നമ്മെ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൈവെള്ളയിൽ ഇരുന്നാൽ ഭയമില്ല, സങ്കടമില്ല, പരാതിയില്ല, പരിഭവമില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ധ്യാനിച്ചിട്ടും ഇത്രയും കൊന്തയെല്ലിയിട്ടും എന്തേ ഈശോയെ നീ ഒന്നും മിണ്ടാത്തത്?
സങ്കടത്തോടെ ഇരുന്ന് ചോദിക്കുമ്പോഴും എന്തോ എവിടെയോ ഒരു ആനന്ദം, ഒരു സമാധാനം ഈശോ തരുന്നതായും, ശാന്തമായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, ഈശോ മുമ്പിൽ നിൽക്കുന്ന എത്രയോ അനുഭവങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ കൺമുൻപിലുള്ളത്. സങ്കടങ്ങളിൽ നിന്ന് ഹെനോക്കിനെ പോലെ പ്രിയപ്പെട്ടവനായി ജീവിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഒന്ന് കണ്ണുകളടച്ച എല്ലാ മക്കളും, കർത്താവേ, എന്റെ വ്യക്തി ജീവിതം, എന്റെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും കർത്താവേ നിനക്ക് പ്രിയപ്പെട്ടതായി മാറുവാൻ, സങ്കടങ്ങളിലും പരാതികളിലും പരിഭവങ്ങളിലും സന്തോഷങ്ങളിലും കർത്താവിന്റെ കരം പിടിക്കാൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി പാതകൾ നേരെയാക്കാൻ ഒരു കൃപ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയെ, ഹെനോക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു, ദൈവം അവനെ എടുത്തു. കർത്താവെ, തിന്മയുടെ മാലിന്യമേശാതെ ദൈവം എടുക്കുന്ന ഒരു വ്യക്തിയായി, ദൈവം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായി, ദൈവം കൂടെ നടക്കുന്ന വ്യക്തിയായി മാറാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. കർത്താവേ, മഹത്വപ്പെടുത്തുന്നു. എല്ലാ ജീവിതങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം സമർപ്പിച്ച് ആരാധിക്കുന്നു. സർവശക്തിയോടെ എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിലെന്ന് കനിഞ്ഞെന്നെ ഒത്തിയിടുന്നു. ഓ കർത്താവേ, നീ എന്റെ എല്ലാമാണ്. എല്ലാ മക്കളും, എല്ലാ വ്യക്തികളും ജീവിതം ദൈവത്തിന്റെ കൊണ്ട് രണ്ട് തലമുറയെ തുതിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, പ്രഭാവങ്ങളിലേക്ക് നിന്റെ ശക്തി വ്യാപരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. വചനം പറയുകയാണ്, സങ്കീർത്തനം 51:15. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ചിന്താ വിഷയമായി എടുക്കുക യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ഒക്കെ ഇഷ്ടമുള്ളതുമായ വചനഭാഗമാണ്. എനിക്ക് എന്റെ ബൈബിളില് 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ മുഴുവനും ഞാൻ ചുമന്ന കളറിൽ വരച്ചിട്ടിരിക്കുകയാണ്. അത് ഇപ്പോഴല്ല, ആദ്യ നാളുകളിൽ തന്നെ ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഓരോ വചനങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഈശോ നമ്മോട് പറയുകയാണ്. ഈശോ പറഞ്ഞു തന്ന ഒരു ഉപമയാണ്. മുന്തിരിച്ചെടിയും ശാഖകളും. ദൈവ പിതാവ് കൃഷിക്കാരൻ, ഈശോ മുന്തിരിച്ചെടി, നമ്മൾ അതിന്റെ ശാഖകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഈശോ തൃത്വ കൂട്ടായ്മയിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുകയാണ്. അവിടുന്ന് നിന്നകന്ന ഒരു ജീവിതം നമുക്കില്ല. ദൈവത്തിൽ നിന്നകന്ന ഒരു ജീവിതമില്ല. അതാണ് വചനം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനോട് നീക്കിക്കളയുന്നു. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മോട് കർത്താവ് പറയുകയാണ്, ഈശോ അല്ലാതെ ഒരു മുന്തിരിച്ചെടി ഇല്ല. സാക്ഷാൽ മുന്തിരിച്ചെടി അത് യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയാണ് എല്ലാം. മറ്റെത്ര പേര് നമ്മളെ സഹായിച്ചാലും, ഈശോയ്ക്ക് തുല്യമായി നമ്മൾ ആരെ വെച്ചാലും അവിടെ തൃത്വ കൂട്ടായ്മയില്ല, പിതാവിന്റെ കരമില്ല, പിതാവിന്റെ സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയെ ചേർക്കും തോറും അവിടെ പിതാവിന്റെ സ്നേഹമുണ്ട്, അവിടെ സ്വർഗത്തിന്റെ കൂട്ടായ്മയുണ്ട്, അവിടെ ഒരു വെട്ടിയൊരുക്കലുണ്ട്, അവരെ ഒരു ഫലം പുറപ്പെടുവിക്കലുണ്ട്. അത് നിശ്ചയമാണ്. നീ കർത്താവിന്റെ കൂടെയാണോ, വെട്ടിയൊരുക്കലുകൾ നിന്റെ ജീവിതത്തിൽ നടക്കും. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ 15-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് പറയുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? വസിക്കുക, കർത്താവിന്റെ കൂടെ വസിക്കുക, ഈശോയുടെ ഒപ്പമായിരിക്കുക. നമുക്കറിയാം, നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്, പല ധ്യാന ടോക്കുകൾ കേട്ടിട്ടുണ്ട്. വലിയ ധ്യാന ഗുരുക്കന്മാര്, വലിയ മെത്രാന്മാര് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും കർത്താവ് ഇത് പറയുന്നുണ്ടെങ്കിൽ ആ വസിക്കലിന്റെ അനുഭവത്തിലേക്ക് നാം ഇനിയും കടന്നു വരണമെന്നാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുക.
അതെ പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്. അപ്പോൾ ഈ വസിക്കാൻ തുടങ്ങുകയാണ്, ഈശോയിൽ വസിക്കാൻ തുടങ്ങുകയാണ്. ഈശോയിൽ വസിക്കുമ്പോ ശാഖകൾ ഈശോയോട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ, ഞാൻ ജീവരസം വലിച്ചെടുത്ത് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്കതറിയാം. ഒരു തായ്തണ്ടനോട് ചേർന്ന് ശാഖകൾ നിന്നില്ലെങ്കിൽ തായ്തണ്ടൻ ജീവരസം കിട്ടുകയില്ല, ശാഖകൾ വളരുകയില്ല, ഫലം പുറപ്പെടുവിക്കില്ല. അത് യാഥാർത്ഥ്യമാണ്, നമുക്കറിയാം. അതിന്റെ വലിയ ശാസ്ത്രവശങ്ങളെ കുറിച്ചോ സയൻസ് പരമായ കാര്യങ്ങളെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ ഇവിടെ പറയുക. അല്ലെങ്കിൽ അത് മണ്ണിൽ നിന്ന് എങ്ങനെ വളം വലിച്ചെടുക്കും, എങ്ങനെ ഫലം പുറപ്പെടുവിക്കും, അതൊന്നുമല്ല. ഞാൻ പറയുന്നത് ഇപ്രകാരമാണ്: ഈശോയിൽ വസിക്കുക, ഈശോയുടെ വചനത്തിൽ വസിക്കുക, വിശുദ്ധ കുർബാനയിൽ ആയിരിക്കുക. അതാണ് വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കുക, ഈശോക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കുക. ഇന്ന് പലപ്പോഴും അത് കാണാൻ പറ്റുന്നില്ല. പല വിധത്തില് പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ പരസ്യമായി കർത്താവിനെ തള്ളിപ്പറയുന്ന ജീവിതങ്ങളെ ഈ നാളുകളിൽ കാണാൻ പറ്റുകയാണ്. ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചത് എന്റെ ഓർമ്മയിലുണ്ട്. ഹോസ്പിറ്റലില് ഒരു ക്രിസ്ത്യാനി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്നു, സംസാരിച്ചു, രോഗം കാര്യങ്ങളൊക്കെ പറഞ്ഞു, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്തോ പറഞ്ഞു വന്നു, മതത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ ചോദിച്ചു, ഏത് മതമാണ് നിങ്ങൾ എന്ന്. പേര് ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്ത്യാനിയുടെ പേരാണെങ്കിലും അദ്ദേഹം പറയുകയാണ്, ഞാൻ സാത്താനെ ആരാധിക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പേര് ക്രിസ്ത്യാനിയാണ്, പക്ഷേ വേറെയാണ് ആരാധനാ വിഷയം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്റെ ഈശോയോട് കൂടെ വസിക്കാൻ ഒരു നാമമാത്ര ക്രിസ്ത്യാനി ആയാൽ പോരാ. നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കണം. ഞാനും നിങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ നിങ്ങളോട് പറയുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അതാണ് വാഗ്ദാനം. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നാൽ 2-3 വചനങ്ങൾ അയച്ച ഒരു കാര്യം പറയുകയാണ്. ഈ വസിക്കല് പൂർണ്ണമാകുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ, വെട്ടിയൊരുക്കലുകൾ നടക്കുമ്പോൾ, ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ശുദ്ധീകരിക്കപ്പെടുക, ശുദ്ധിയുള്ളവരായി മാറുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശുദ്ധി. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും, ഈശോ പറഞ്ഞതാണ്. അപ്പോൾ പരിശുദ്ധനായവൻ വസിക്കണമെങ്കിൽ പരിശുദ്ധിയുള്ള ഒരു ഹൃദയം നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഈശോ എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അപ്പോൾ ഈ ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ എന്താണ്? വചനത്തിലേക്ക് എഴുന്നിറങ്ങുക, വചനത്തിലൂടെ കുമ്പസാര വേദിയിലേക്ക് ഒരുക്കപ്പെടുക, ശുദ്ധിയുള്ളതായി മാറുക, ദൈവം വസിക്കുക എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വസിക്കണം, കർത്താവിൽ വസിക്കണം, ശുദ്ധിയുള്ളവരായി മാറണം. അവൻ നമ്മളിൽ പൂർണ്ണമായി ആവസിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഫലങ്ങൾ പുറപ്പെടുവിക്കും, ഫലങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതാണ് വചനം. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതെ പ്രിയപ്പെട്ടവരെ, ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ നാടുകളില് ഒരുപാട് വ്യക്തി ജീവിതങ്ങളുടെ അനുഭവങ്ങൾ കണ്ടുമുട്ടുമ്പോ നമുക്ക് കാണാൻ പറ്റും ഈശോ ചെയ്യുന്ന വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും. നമ്മുടെ നിസ്സഹായതയിൽ ദൈവം ഇറങ്ങി വന്ന് ചെയ്യുന്ന വലിയ കാര്യങ്ങള് കൺമുമ്പിൽ കാണുകയാണ്. ഈശോയ്ക്ക് നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റും. നമുക്ക് ഈശോ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുമ്പോ, സിസ്റ്റർ ഇതേ പറയാനുള്ളോ എന്ന് ചോദിച്ചാൽ അതാണ് സത്യം. അതിനപ്പുറത്ത് മറ്റൊന്നും പറയാനില്ല. ഈശോയാണ് എല്ലാം, അതിനപ്പുറത്തൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ് വീണ്ടും 15-ാം അധ്യായം 7-ാമത്തെ വചനം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്ത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ എന്താണ്? വസിക്കണം, ശുദ്ധിയുള്ളവരായി മാറണം, ഫലം പുറപ്പെടുവിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പോൾ, സ്വർഗത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് മനുഷ്യന്റെ ലക്ഷ്യമെങ്കിൽ അവൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അവൻ ദൈവത്തിൽ വസിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം കർത്താവിന്റെ വചനത്തിലേക്ക് അനുതാപത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട്
ശുദ്ധീകരിക്കപ്പെടണം എന്നതാണ്. അവൻ അനുഭവിക്കുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ മുറുകെ പിടിച്ച് അനുതാപത്തോടെ വിശുദ്ധിയോടെ ജീവിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം ഏറെ ഫലം പുറപ്പെടുവിക്കുക എന്നതാണ്. നാലാമത്തെ കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ സ്നേഹം നമ്മളിൽ മൂർത്തിമത് ഭാവമായി മാറണം. ദൈവത്തിന്റെ സ്നേഹം, അതാണ് റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ദൈവ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കും. ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. സ്നേഹമില്ലായ്മ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോ കർത്താവ് അത് തരും. അപ്പൊ സ്നേഹം അതൊരു പ്രധാനപ്പെട്ടതാണ്. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് സ്നേഹിക്കാനും സ്നേഹം സ്വീകരിക്കാനും. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കാൻ ഒരു കൃപ ഈശോയോട് ചോദിക്കണം. കുരിശോളം നമ്മെ സ്നേഹിച്ചവൻ, പുത്രനെ തരാൻ മാത്രം നമ്മെ സ്നേഹിച്ചവൻ, ഇന്നും കൂടെ വസിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവ്, ആ തൃത്വ കുടുംബത്തിലേക്ക് ചേർന്നിരിക്കാൻ ഒരു ക്ഷണം കർത്താവ് നമുക്ക് തരുമ്പോ അവിടെ സ്നേഹത്തിന്റെ വലിയ കൃപയുണ്ടെന്നുള്ള വലിയ സത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഈശോയെ, സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണം. സ്നേഹമുള്ളിടത്ത് കൽപ്പനയുടെ ലംഘനമില്ല, പാപത്തിന്റെ വലിയ ചായ്വുകളില്ല. മറിച്ച് സ്നേഹത്തിൽ വിശുദ്ധിയുണ്ട്, പൂർണ്ണതയുണ്ട്. സ്നേഹത്തിൽ നാം പൂർണ്ണത പ്രാപിക്കാനാണ് സ്വർഗം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. തുല്യതയാണ് കർത്താവ് നമുക്ക് തരിക. ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുത്തുകൊണ്ട് പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അനുഭവിക്കാൻ തൃത്വ കുടുംബം നമ്മെ ക്ഷണിക്കുന്നുവെന്ന വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ പ്രിയപ്പെട്ടവരായി അകമഴിഞ്ഞവനെ സ്നേഹിക്കാൻ, അവന്റെ കൂടെ നടക്കാൻ, ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ ഈശോയുടെ കൃപ ചോദിച്ചുകൊണ്ട് ഇന്നേ ദിവസത്തെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക്, ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവങ്ങളിലേക്ക്, ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥകളിലേക്ക് കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തലങ്ങളെയും ഈശോയെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോ, 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 മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ സ്തുതി, മഹത്വം, മഹത്വം. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസവും ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായി നിങ്ങൾ സമർപ്പിക്കണം. ഈശോ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സർവശക്തിയോടെ കർത്താവിനെ ആരാധിക്കാൻ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ മടക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ഏറ്റുപറഞ്ഞ എലീശാമ്മയോട് ചേർന്ന്, വിശ്വസിച്ച സ്ത്രീകൾ അനുഗ്രഹീതയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വൃന്ദം മാലാഖമാരോടും ചേർന്ന്, വിശുദ്ധ അൾത്താൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധനായ തമ്പുരാനെ
മുഴുഹൃദയത്തോടെ മുഴുവാത്മാവോടെ സർവശക്തിയോടെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി കണ്ണുകൾ ഉയർത്താം, ഹൃദയമുയർത്താം, മനസ്സുയർത്താം. ഓ കർത്താവേ, അങ്ങയുടെ അനന്ത കരുണയെ ഓർത്ത്, അങ്ങയുടെ അളവില്ലാത്ത സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുക. സങ്കീർത്തനം 25:8 കർത്താവ് നല്ലവനും നീതിമാനുമാണ്, പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എന്റെ കർത്താവേ, ഇതാ അവിടുത്തെ നന്മയുള്ള ഹൃദയത്തിലേക്ക്, പരിശുദ്ധിയുള്ള ഹൃദയത്തിലേക്ക്, നല്ലവനായ തമ്പുരാനെ, നീതിമാനായ എന്റെ കർത്താവേ, പാപികളായ അടിയങ്ങൾ ഇതാ ചേർന്ന് നിൽക്കുകയാണ്. കർത്താവെ, അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഓ എന്റെ കർത്താവെ, ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത നിന്റെ വാക്കുകൾ, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം പകരുകയും ചെയ്യും. ഈശോയെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതം മുഴുവൻ ദൈവകരങ്ങളിലേക്ക് എടുത്തു വെക്കുക. നാം ഓരോരുത്തരും ഈ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവെ, 50 ദിവസം നോമ്പിൽ നല്ല തമ്പുരാനെ മുഴുഹൃദയത്തോടെ മുഴുവാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുവാൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ വലിയ ശക്തി ദൈവകൃപയായി പെയ്തിറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയുവാൻ, നിനക്ക് പ്രിയപ്പെട്ടവരായി ഞങ്ങൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ചരിക്കേണ്ടതിനായി ഓ ദൈവമേ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 94:18 എന്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. നമ്മുടെ കാൽ വഴുതുന്നുവെന്ന് നാം വിചാരിക്കുമ്പോഴേക്കും താങ്ങി നിർത്തുന്നവന്റെ കാരുണ്യം, ആ ദിവ്യകാരുണ്യനാഥൻ ഇപ്പോൾ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ എന്റെ കർത്താവെ, നിന്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ, നിന്റെ പരിശുദ്ധി ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. കർത്താവെ, ഇതാ ലോകം മുഴുവനും അങ്ങേ ആരാധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളിതാ ലോകത്തെ മുഴുവനായി കൂട്ടിക്കൊണ്ട് നിന്റെ പക്കലേക്ക് ഞങ്ങൾ വരികയാണ്. എന്റെ ജനം, എന്റെ സ്വന്തം ജനമെന്ന് വിളിച്ച്, ഇസ്രായേൽ മക്കളെ പേര് ചൊല്ലി വിളിച്ച് ചേർത്ത് പിടിച്ച് എന്റെ കർത്താവെ, ആദത്തിന്റെ കൂടെ ഉലാത്തുവാൻ ആഗ്രഹിച്ച കർത്താവെ, അവിടുന്ന് മനുഷ്യന്റെ സങ്കടങ്ങളും വേദനകളും കാണുന്ന കർത്താവെ, മനുഷ്യൻ എന്താണെന്ന് തിരിച്ചറിയുന്ന എന്റെ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ചേർത്ത് വെക്കാൻ പ്രിയപ്പെട്ട മക്കളെ എല്ലാം ദൈവതിരുമുമ്പിലേക്ക് സമർപ്പിച്ചു വെച്ചുകൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഓ എന്റെ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് സന്നദ്ധമായ ആത്മാവോടെ കുറവുകളും പോരായ്മകളും ഒക്കെയുള്ള ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ തലങ്ങളോടും ചേർന്ന് വെച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഈ നിമിഷം ഒന്ന് ചേർന്നെങ്കിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. മുഴുമനസ്സോടെ മുഴുഹൃദയത്തോടെ സർവശക്തനെ മുന്നിൽ കണ്ട് ആരാധിക്കാം. ഓ കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ മക്കൾക്ക് വലിയ കൃപ തരണേ, സ്തുതിപ്പിന്റെ വരം തരണേയപ്പ, പ്രാർത്ഥിക്കാൻ കൃപ തരണേയപ്പ. എല്ലാ തലങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ വ്യക്തികളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളിൽ ദൈവസ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കടങ്ങൾ കൂടെ ഇരിക്കുന്ന കർത്താവേ, കൂടെ ഇരിക്കുന്ന എന്റെ കർത്താവേ, ഈ നിമിഷം ഈ കൂട്ടായ്മയിലേക്ക്, ഈ മക്കളിലേക്ക് എല്ലാം ധാരാളമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധിയുള്ള ഹൃദയത്തോടെ നോമ്പിൽ ചരിക്കേണ്ടതിനായി എന്റെ കർത്താവെ, കൃപ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. ഒരു മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് ഒരേ മനസ്സോടെ കരങ്ങളടിച്ച് ആരാധനയ്ക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നാം ഒന്നു ചേരുന്ന ഈ സമയം, ഈശോയോട് ചേർന്നിരിക്കുന്ന ഈ സമയം, കർത്താവെ, ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നോളമുള്ള എല്ലാ തലങ്ങളെയും ചേർത്ത് വെക്കുകയാണ്. ഈശോയെ, ഞങ്ങളിൽ പലരും അങ്ങയോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്.
പലപ്പോഴും ഞങ്ങളുടെ കാലുകൾ നന്മയുടെ വഴിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഞങ്ങളുടെ ചിന്തകൾ ദൈവിക ചിന്തകളിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഞങ്ങളുടെ പ്രവൃത്തികൾ നന്മയുടെ പ്രവൃത്തികളിൽ നിന്ന് മാറിപ്പോവുകയാണ്. എന്റെ കർത്താവേ, അലഞ്ഞു തീരുന്ന ജീവിതങ്ങളെ പോലെ പലപ്പോഴും ഞങ്ങൾ ആയുകയാണ്. ഈശോ, അങ്ങയിൽ നിന്ന് മാറി അകന്ന് മീൻ പിടിക്കാൻ പോയ ശിഷ്യരുടെ അവസ്ഥ പലപ്പോഴും ഞങ്ങൾക്കുണ്ട് കർത്താവേ. തിബേരിയാസ് കടലിൽ വലയെറിഞ്ഞ് ഒന്നും കിട്ടാതെ വിഷമിക്കുന്ന മക്കളെ തേടി വന്ന എന്റെ കർത്താവേ, ഈ സമയം അൽത്താര വിട്ട് ഈ ദാഹിക്കുന്ന മക്കളുടെ അടുക്കലേക്ക് എന്റെ കർത്താവേ നീ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന എന്റെ പൊന്നു തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഓ എന്റെ തമ്പുരാനെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുകയാണ്. മെഡ്ജുഗോറയിലെ പരിശുദ്ധ അമ്മ ഇപ്രകാരം ഞങ്ങളോട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നവീകരിക്കുക. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയ്ക്കായി ഞാനും നിങ്ങളും അണഞ്ഞിരിക്കുമ്പോ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കൃപ ചോദിക്കണം. ഓ എന്റെ കർത്താവേ, സങ്കടങ്ങളിൽ സിംഹക്കുഴിയിൽ പ്രാർത്ഥിച്ച ദാനിയേലിനെ പോലെ, തീച്ചൂളിയിൽ പ്രാർത്ഥിച്ച ദാനിയേലിനും കൂട്ടരെയും പോലെ, കല്ലുകൾ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞു പതിച്ചപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച എസ്തപ്പാനോസിനെ പോലെ, ഓ എന്റെ തമ്പുരാനെ, കാഴ്ച കിട്ടാൻ ബർത്തിമേസ് കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ, പാപബോധത്തോടെ പാപം നിറഞ്ഞ ഹൃദയത്തോടെ അനുതാപത്തോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരനെ പോലെ, ഓ എന്റെ ഈശോയെ, കണ്ണുനീരുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ ജീവിതം ചേർത്ത് വെച്ച പാപിനിയെ പോലെ, ഇതാ നിന്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അലച്ചിലുകളും സങ്കടങ്ങളും മിച്ചമുള്ള ഞങ്ങൾ ഈശോയെ ജീവിതം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളുടെ ജീവിതത്തെ വിസ്മയാമുഖത്തിൽ പരിവർത്തനപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ആത്മീയമായി ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഉള്ളിൽ വസിക്കുന്ന നിന്നോട് പ്രാർത്ഥിക്കാൻ ഒരു കൃപ, കൂടെ നടക്കുന്ന നിന്റെ കരം പിടിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവെ. അനുദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ ഏറെയാണ്. മക്കളെ സമർപ്പിക്കും ഈശോയ്ക്ക്. എല്ലാ പിരിമുറുക്കങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കും. എല്ലാം തരണം ചെയ്യാനുള്ള ആത്മീയ ശക്തി കർത്താവിനോട് ചോദിക്കും. ഓ ദിവ്യകാരുണ്യനാഥ, നിന്റെ വലിയ ശക്തിയാണ് ഞങ്ങൾക്ക് സഹായമാവുക. ഈശോയെ, ഞങ്ങൾക്ക് വലിയ ശക്തിയായി കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയുടെ നിശ്വാസം തന്നെയായ വ്യക്തിപരമായ പ്രാർത്ഥനയെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രാധാന്യം വീണ്ടും കണ്ടെത്താൻ വിശ്വാസികളെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ മനസ്സ് ഹൃദയമൊക്കെ ചേർത്ത് വെക്കുക. വ്യക്തിപരമായി അവനോട് ചേർന്നിരിക്കുക. ഈ നോമ്പ് കാലങ്ങളിൽ കൂടുതലായി വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ, വ്യക്തിപരമായി അവനെ അന്വേഷിക്കുവാൻ ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് വലിയ ഏകാഗ്രതയിൽ എന്നിൽ വസിക്കുന്ന ദിവ്യകാരുണ്യനാഥനുമായി നമുക്ക് സംസാരിക്കാം. ഓ കർത്താവേ, അങ്ങ് യോഹന്നാൻ സുവിശേഷം 16:13 ഞങ്ങളോട് സംസാരിക്കുകയാണ്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഓ കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുകയാണ്. കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ആത്മാവിൽ ഞങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് കരങ്ങളും മനസ്സുമെല്ലാം ചേർത്ത് വെച്ച് അബാ പിതാവേ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മ പ്രേരിതമായി. എന്നോട് സംസാരിക്കണമേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഹൃദയം തുറക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിലിങ്ങനെ കരങ്ങൾ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ 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 എല്ലാ മക്കളും പറയട്ടെ. പരിശുദ്ധാത്മാ നമ്മളിൽ നിറയട്ടെ. എല്ലാ മക്കളും ഈശോ 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 എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ സമയം നമുക്ക് ഒരുമിച്ച് കായക സംഘത്തോട് ചേർന്ന് ആത്മാവാം ദൈവമേ എന്ന കാലത്തിന്റെ ഇരുടുകൾ ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 ദൈവത്തിന്റെ വചനം
ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നമുക്ക് ആഗ്രഹിക്കാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറയുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ലോകത്തിൽ മുഴുവൻ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നീ ഒരു തകർന്ന വ്യക്തിയായിരിക്കാം, രോഗത്താൽ വലയുന്ന ഒരു വ്യക്തിയായിരിക്കാം, പാപത്താൽ മുറിവേറ്റ ഒരു മകനോ മകളോ ആയിരിക്കാം. ഈശോന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളും, എല്ലാ തടസ്സങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റും. അതിനാൽ നമുക്ക് ആഗ്രഹിക്കാം, ഓ ഈശോന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, എൻ്റെ തകർന്ന ജീവിതത്തിലേക്ക്, എൻ്റെ പാപകരമായ അവസ്ഥയിലേക്ക്, എൻ്റെ ശക്തി നശിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഈ വരികളോട് ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആഗ്രഹിച്ചുകൊണ്ട് പാടാം: ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ വേദനകളും, എല്ലാ കണ്ണീരിൻ്റെതായ അവസ്ഥകളെല്ലാം പരിശുദ്ധാത്മാവിനോട് പറയാം. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും, നിന്റെ തകർന്ന ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പാടാം. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയാൽ എന്നിൽ നിറഞ്ഞിടണേ.
രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുന്നവേ, രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ശക്തിയോടെ പാടാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആത്മാവാം ദൈവമേ വരണേ, ആഗ്രഹിച്ചുകൊണ്ട് പാടാം നമുക്ക്. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ചേർന്ന് പാടുന്നു. ആത്മാവം ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആഗ്രഹിക്കുന്നോ അത്രമാത്രം പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ നൽകും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ എല്ലാ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ കണ്ണീരിൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ പാപത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വാഗ്ദാനമേ, ഞങ്ങളെ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ, പുതിയ നവചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ, പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ദാഹിക്കുന്നു, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തോടൊത്തായിരിക്കുന്നതാണ് ഒരു മനുഷ്യാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യം നിറഞ്ഞ തലം. ആ കർത്താവിന്റെ പക്കലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തിക്കുക. എനിക്കെല്ലാം തരുന്ന ഒരു ദൈവം, എന്റെ എല്ലാ അവസ്ഥകളിലും എനിക്കെല്ലാം തരുന്ന ഒരു ദൈവം, തകർന്നൊലഞ്ഞ മനസ്സുമായി ആദിയും ഭാരവും അതിനേക്കാളെല്ലാം ഉപരിയായി ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവുമായി മോറിയ മല കയറിപ്പോകുന്ന അബ്രഹാമിനെ നമുക്ക് ഈ സമയം ഓർക്കാം.
ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ തലങ്ങൾ അതായിരിക്കും. ഇപ്പോൾ കർത്താവിലേക്ക് നടന്നെടുക്കുന്ന ദിവ്യകാഴ്ചയിലേക്ക് ഉറ്റുനോക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അവസ്ഥ ഇതാകും. കർത്താവേ, എന്നെ നിന്നോടുള്ള സ്നേഹമാണപ്പാ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം നിനക്ക് തന്നു ഞാൻ നിന്റെ പക്കലേക്ക് എന്റെ ജീവിതം ചേർത്ത് വെക്കുകയാണ്. ഒന്നുമില്ല ഈശോ എനിക്ക് തരുവാൻ, എന്റെ ഈ അവസ്ഥ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ രോഗതലങ്ങളും എല്ലാ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് സമർപ്പിക്കാം. എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയിൽ നിന്ന് എന്നെ അകറ്റുന്ന സമസ്തവും എടുത്തുകൊള്ളു. ഒരു നിമിഷം പറഞ്ഞേ മക്കളെ, അങ്ങയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന സമസ്തവും എനിക്ക് തരിക. നിക്കോളോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. കർത്താവിനോട് ഈ സമയം നിങ്ങൾ പറയണം. എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും, രോഗപീഠകൾ, വലിയ വേദനകൾ, ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിലും അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തു വെച്ചിട്ട്, കർത്താവേ, അങ്ങയിൽ നിന്ന് എന്നെ അകറ്റുന്നതെല്ലാം നീ എടുക്കണം. പകരം എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കുന്നതെല്ലാം എനിക്ക് തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. എല്ലാം എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. എന്റെ കർത്താവേ, പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവന, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള്, നമ്മുടെ ലൈംഗികതകള്, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, ജോലി പ്രശ്നങ്ങള്, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകള്, വ്യക്തിബന്ധങ്ങള്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളെ, മക്കളെ എല്ലാം, അവരെ കുറിച്ചുള്ള ആകുലതകള്, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ജോലി തലത്തിന്റെ ബുദ്ധിമുട്ടുകള് എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്തേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എന്റെ കർത്താവേ, ഇതാ എല്ലാം ഞാൻ ഉയർത്തിപ്പിടിച്ച കരങ്ങളെ നിന്റെ പക്കലേക്ക് എടുത്തു വെക്കുകയാണ്. അബ്രഹാമിന് ഉത്തരം കൊടുത്ത, മുൾക്കമ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്ത നല്ല തമ്പുരാനെ, വേദനകൾക്ക് ആശ്വാസം കൊടുക്കുന്ന അർപ്പണ മനോഭാവത്തോടെ ഞങ്ങളിതാ നിന്റെ തിരുമുമ്പിൽ ഇരിക്കുകയാണ്. ഓ എന്റെ കർത്താവേ, സൂസന്ന കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി സ്വർഗത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഇതാ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വേദനിക്കുന്ന ചങ്കുപൊട്ടുന്ന മക്കളെല്ലാം നിന്റെ പക്കലേക്ക് മനസ്സുയർത്തി ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, മതിമറന്ന് സ്തുതിക്കട്ടെ ഈശോ. ഓ കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. കർത്താവേ, എല്ലാ ജീവനങ്ങളെയും ചേർത്ത് വെച്ച്, എല്ലാ സങ്കടങ്ങളെയും, എല്ലാ നൊമ്പരപ്പാടുകളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ കൃപ നിറയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, കർത്താവിന്റെ വലിയ കരുണ നിറയട്ടെ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ആരാധനയപ്പ, ആരാധനയപ്പ, സർവശക്തനായ എന്റെ കർത്താവേ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. സാമ്പത്തിക മേഖല ദൈവത്തിന്റെ ഇടപെടലുണ്ടാകാൻ, ഈ സമയം മാനസാന്തരം ഉണ്ടാകാൻ, കർത്താവെ, എല്ലാ ശിഷ്യരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശ്വാസം പകരുന്ന കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വിളിച്ചേണ്ട കർത്താവെ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. കർത്താവിന്റെ വലിയ കൃപയാൽ, വലിയ ശക്തിയാൽ മതിമറന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. കർത്താവിന്റെ സന്ദേശം യാചിക്കുമ്പോൾ ഉത്തരം തരുന്ന കർത്താവിനെ ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവന്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ സമർപ്പിക്കുന്നപ്പ, നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നപ്പ.